പേരൊക്കെ നമുക്ക് പേരുവിലേക്ക് നമുക്ക് നടത്തിയാ പോരെ വന്നതിന് ശേഷം. നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ പുതിയ ഒരു അതിഥി വരാൻ വേണ്ടി പോയി അല്ലേ? ശരിക്കും പറഞ്ഞ ഒരാള് വീട്ടിലേക്ക് വരുന്നെന്ന് പറയാം. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ്. ആഗ്രഹം. അതെ, അത് ആഗ്രഹത്തിന് ശേഷം ഒടുവിൽ അയാൾ ഇന്ന് വീട്ടിലേക്ക് എത്തും. അപ്പൊ ഈ ആള് വീട്ടിലേക്ക് എത്തുമ്പോ ഇവിടെ സന്തോഷിക്കുന്നത്, ഏറ്റവും അധികം സന്തോഷമുള്ളത് ആരുടെ മുഖത്താണ്, കണ്ണുകളിലാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാൻ വേണമെങ്കിൽ പേര് പറയില്ല, ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാം. അപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരാളാണ് ഇയാള്. പിന്നെ അമ്മക്കും സന്തോഷം ഇല്ലാതില്ല. ഇയാള് വീട്ടിലേക്ക് വരുമ്പോ പുതിയൊരാള് വരുന്നുണ്ട്, പറഞ്ഞിരുന്നില്ല ഒരാള് വരുന്നുണ്ട് ഇന്ന്. അയാള് വരുന്നുണ്ട്, ആള് ഇന്ന് വരും. വന്നു കഴിയുമ്പോ സന്തോഷമുള്ള രണ്ട് മുഖങ്ങളാണ് ഞാൻ ഈ കാണുന്നത് കൂടുതൽ വീട്ടില്. അപ്പൊ എന്തായാലും ആളെ നമ്മള് ആദരിച്ച് ആനയിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഇറങ്ങിയാണ് ഞങ്ങള് അല്ലേ? പേരൊക്കെ നമുക്ക് പേരുവിലേക്ക് നമുക്ക് നടത്തിയാ പോരെ വന്നതിന് ശേഷം. അമ്മ നിലവിളക്ക് കത്തിച്ച് നിക്കണം കേട്ടാ. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് നേരെ പോയി അങ്ങോട്ട് ആളെയും കൂട്ടി വന്നാലോ. അതിനിടയ്ക്ക് എനിക്ക് 1-2 കാര്യങ്ങളും ചെയ്ത് തീർക്കാനുണ്ട്. അത് കൂടി കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകണം, ഇന്ദ്രന്റെ സ്കൂളിൽ പോകണം, അക്ഷയയിൽ കയറണം. അതെ, അതും കഴിഞ്ഞിട്ട് ഈ ആളെയും കൂട്ടണം. എന്നിട്ട് ഇങ്ങോട്ട് വരണം. അതെ. അപ്പൊ ഗൈസ് ഒരു കിടിലം വ്ളോഗാണ്. കിടിലം വ്ളോഗ് എന്ന് വെച്ചാല് നിങ്ങൾക്ക് ഇഷ്ടാവും ഈ വീഡിയോ. ഇവിടെ പോലുള്ള സ്ത്രീകൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പൊ എന്തായാലും ഇതുപോലുള്ള അമ്മമാർക്കും ഇഷ്ടപ്പെടും. അപ്പൊ എന്തായാലും നമുക്ക് ഈ ആളെ അങ്ങോട്ട് കൂട്ടിയിട്ട് വരാം ഗൈസ്. പോവാ. ഇത് റിങ്ങെല്ലാം ഇട്ടിട്ട് അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അവിടെയാണ് റിങ് ഇട്ട് ഞണ്ടിനെ പിടിക്കുന്നത്. കിട്ടിയാ ചാ? ഒന്നുമില്ല പോലും. ഇന്ദ്രൂട്ടന്റെ സ്കൂളിൽ പോയിട്ട് നിക്ക് ഇത് കൊടുക്കണം, സർട്ടിഫിക്കറ്റ്സ് എല്ലാം. നീ പോയി കൊടുത്തിട്ട് വാ. വണ്ടിയായിട്ട് പോയി കഴിഞ്ഞാലേ ഇന്ദ്രു ഒക്കെ കണ്ടാ പിന്നെ ഇന്ദ്രു വെറുതെ ഇരുന്ന് കരയും നമ്മളെ കണ്ടാല്. അപ്പൊ ഇന്ദ്രു കാണാതെ കൊണ്ട് കൊടുക്കണം. ഇന്ദ്രുവിനെ കണ്ടാ? ഇന്ദ്രുവിന്റെ ടീച്ചറുടെ അടുത്തല്ല അവിടുത്തെ? ഇന്ദ്രുവിന്റെ ടീച്ചർ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് സ്റ്റാഫ് റൂമില്. കണ്ടവനെ പിന്നെ ഞാൻ കൂട്ടിട്ട് വരേണ്ടി വരും. അപ്പൊ ഇനി മോള് സ്കൂളിലും കൂടി കയറണം. അടുത്ത സ്കൂള് ദുഗുന്റെ സ്കൂളിലേക്കാണ് ട്ടാ. കസ്തൂർബ, നമ്മുടെ ചിറക്കൽ ചിറേന്റെ നേരെ ഓപ്പോസിറ്റ്. അവിടെ പോയിട്ടുണ്ട് എനിക്ക്. അപ്പൊ എന്തായാലും നമ്മൾ അവിടെ പറഞ്ഞു ഒരു പുതിയ അതിഥിയെ വരവേൽക്കാൻ വേണ്ടിട്ടാ വന്നിട്ടുള്ളതെന്ന്. അപ്പൊ ഇപ്പൊ ഇവിടെ വന്നപ്പോ ഏറെക്കുറെ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഐറ്റം മറ്റായിരിക്കും എന്നല്ലേ. പക്ഷെ എന്നാ ഇതൊരു 1.5 ഇലക്ട്രോണിക് ഐറ്റാ. നമ്മുടെ വ്ളോഗില് ഒരുപാട് പ്രാവശ്യമായിട്ട് പറയാറുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരുപാട് പേരോടൊക്കെ അഭിപ്രായം ചോദിക്കാറുണ്ട്, ആരൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് എന്താണെന്നൊക്കെ അല്ലേ. ഇപ്പൊ തന്നെ കാണാം എന്തായാലും. ഇനി അധികം നേരം വെയിറ്റ് ചെയ്യണ്ട. ഇവിടെ എത്തി. ഇവിടെ ഞങ്ങള് വന്നപ്പോ ഒരുപാട് കിച്ചൺ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ചെറിയ കിച്ചൺ അല്ലേ ഇത്? ശരിക്കൊരു ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു ചെറിയ സ്പേസിലുള്ള കിച്ചണ്. പക്ഷെ നല്ല ഭംഗിയില്ലേ കാണാൻ? ഭംഗിയുണ്ട്. അത് മാത്രമൊന്നുമല്ലതാ ഇവിടെ അത് കുറെ ഐറ്റംസ്. പിന്നെ അത് ഇപ്പറൊരു കിച്ചൺ ഉണ്ട്. ഇത് കുറച്ചും കൂടി ഒരു വേറൊരു മോഡല് ഉണ്ടോ? അങ്ങനെ കിച്ചന്റെ ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ. നമ്മളുള്ളത് നമ്മുടെ നിക്ഷാനിലാണേ, കണ്ണൂർ നിക്ഷാനിലാണ്. എന്താ നിക്ക്? ഒന്നുമില്ല, ഞാൻ വെറുതെ നോക്കിയതാ കിച്ചൺ. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ചെറിയ സ്ഥലത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് കിച്ചൺ അല്ലേ? ഇത് തുറന്നു നോക്കി. ഇതൊക്കെ വാഷ് ബേസിനൊക്കെ നോക്കിയാൽ നല്ല സുഖമാണ്. ഇത് അപ്പൊ എന്തായാലും നമ്മള് വന്നത് കിച്ചന് വേണ്ടിട്ടല്ല അല്ലേ? അതല്ല, നമ്മുടെ സാധനം പോലെ സെറ്റ് ചെയ്യുന്നേ ഉള്ളു. അതുകൊണ്ട് പിന്നെ നമ്മൾ ആ സമയത്ത് കിച്ചൺ ഒന്ന് കാണാന്ന് വിചാരിച്ചത്. ഇങ്ങോട്ട് ഇത്രയും കിട്ടും. ഈ നീളം കണ്ടാ എനിക്ക് നമ്മുടെ ആ ഒരു ഇങ്ങനത്തെ ഒരു മതിൽ ചുമരില്ലേ, അത് ഒഴിവാക്കിയ ഇതിങ്ങനെ ഈ നീളം കിട്ടും നിനക്ക്. മനസ്സിലായോ? അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു തട്ടായിരിക്കും. പിന്നെ ഇതും കിട്ടും. ഈ മുകളിൽ ഇതിങ്ങനെ സ്ട്രൈറ്റ് കിട്ടും. മുകളിൽ വെച്ചാൽ സംഭവമില്ല, അതും കിട്ടും. വാഷ് ബേസിൻ ഇതെല്ലാം കഴുകാൻ പണിയായിരിക്കും. എപ്പോഴും ഗ്ലേസിംഗ് ഉണ്ടാവില്ല. അതല്ല ഞാൻ പറഞ്ഞത്. അത് നമ്മളിങ്ങനെ പാത്രം ഒന്ന് കഴുകുമ്പോഴേക്ക് തട്ടുമ്പലെല്ലാം തെറിക്കുന്നില്ലേ? കുറച്ച് ഒരു വലുത് വേണ്ട, വലുത് വെച്ച സ്ഥലം ഉണ്ടാവൂലല്ലോ.
കുറച്ചും കൂടി ഒരു കുഴിയാ എന്തെങ്കിലും ഈ തട്ടുമ്മല് തെറിക്കാത്ത രീതിയില്. അതൊന്നും വഴിയൊന്നുമില്ല, എന്തായാലും തെറിക്കൂലേ. തട്ടുമ്പോ ഇതൊന്നും അങ്ങനെ തെറിക്കൂല. പിന്നെ നിന്നോട് പറഞ്ഞത് നീ കഴുകുമ്പോ മനസ്സിലാവും. ഇവിടെ വെച്ച് നീ ഇപ്പൊ പാത്രം കഴുകാൻ പോകണം. അപ്പൊ ഇവനാണ് നമ്മുടെ താരം അല്ലേ? ആരാ ഇവനല്ല ഇവളല്ലേ? പേര് പിന്നീട് നമുക്ക് അല്ല നിക്ക് ഇതാ. അപ്പൊ നമ്മൾ എന്തായാലും പറഞ്ഞിരുന്നില്ല നിങ്ങളോട്. ഒരുപാട് വ്ളോഗിൽ നിക്ക് എപ്പോഴും പറയാറുണ്ട് ഒരു റോബോട്ടിക് വാക്യൂം ക്ലീനർ വാങ്ങുന്ന കാര്യം. അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ നിക്ഷാനിലാണ് ഉള്ളത്. അപ്പൊ ഇവിടെ ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ. നമ്മൾ കുറെ കണ്ടു, ഹയറിൻ്റെതും പിന്നെ വേറെ ഏതൊക്കെയോ കമ്പനികളുണ്ട്. എന്താ പറയാ, ഇതാ ഫോപ്സിൻ്റെത്, അങ്ങനെ ഒരുപാട് കമ്പനികൾ നോക്കി നമ്മള്. അപ്പൊ ഇതിനെ നിക്ക് ആരോടൊക്കെ ചോദിച്ചു ഇതിനെ പറ്റിയിട്ട്, ഹരിതനോടൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞ കാര്യം ഇത് എടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെല്ലാരും ക്ലീൻ ചെയ്യുമ്പോഴാണ് അല്ലേ. അതായത് നമ്മൾ മാനുവൽ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനല്ല, അതൊന്ന്. അതുകൂടാതെ ഇത് തുടച്ചെടുക്കല്, മോപ്പിംഗ് ആണ് ഇതിന്റെ പ്രശ്നം. ബാക്കിയെല്ലാം പൊടിയെല്ലാം വലിച്ചെടുക്കുന്ന പറഞ്ഞു. പക്ഷെ എന്നാ ഇപ്പോഴത്തെ മോഡല് മോപ്പിങ്ങും നല്ല അടിപൊളിയായിട്ടുള്ളത് വന്നിട്ടുണ്ട്. അത് രണ്ടെണ്ണത്തിന്റെയാണ്. ഒന്ന് ഹയർ അല്ലേ? ഇതിപ്പോ ഹയറിലും യുറേക്ക ഫോപ്സ്, ഈ രണ്ട് കമ്പനിയിലാണ് ഓട്ടോ ക്ലീൻ ആയിട്ടെല്ലാം വരുന്ന സംഭവങ്ങൾ. ഈ രണ്ട് കമ്പനി അല്ലേ നല്ല? നമുക്ക് ഫുള്ളി ഓട്ടോ സ്റ്റേഷൻ വരുന്നുണ്ട്, സെൽഫ് ഓട്ടോ ക്ലീനിങ് കാര്യങ്ങളെല്ലാം വരുന്നതാണ്. പിന്നെ യുറേക്ക ഫോപ്സിലും വരുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഇപ്പൊ നല്ല ബ്രാൻഡില് ഈ പറഞ്ഞ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നത്. ഇത് നമ്മൾ ക്ലീൻ ചെയ്യാനോ ഒന്നും നിൽക്കണ്ട അല്ലെ? അത് മാത്രമല്ല ഇതിന്റെ മോപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് മെഷീൻ തന്നെ സെൽഫായിട്ട് ക്ലീൻ ചെയ്തു. അതുകൂടാതെ കറങ്ങണ സംഭവം കാണിച്ചത് ഇതിന് ഈ മോഡലിനൊക്കെ വരുമ്പോഴേ നമുക്ക് സെൽഫായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന മോപ്പ് തന്നെ വരുന്നുണ്ട്. അതെ, മുമ്പത്തെ മോഡലിൻ്റെതേ ഇങ്ങനെയല്ല. അതായത് ഇതിപ്പോ ഇല്ല, ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ റൗണ്ടിൽ കറങ്ങി പോകുന്നോണ്ട്, ഇങ്ങനെ തിരിഞ്ഞു പോകുന്നോണ്ട് നല്ല വൃത്തിയാവും. മോപ്പിങ് നല്ല വൃത്തിയാവും. മുമ്പത്തെ മോഡലിലൊക്കെ വരുന്നത് അടി ഇങ്ങനെയാണെന്നാ പറയുന്നത്. ഇതാ അടി ഇവിടെ ഒരു കാണാൻ പറ്റുമല്ലോ അത്. ഇതാ ഇതുപോലത്തതാണ് മുമ്പ് വരുന്നത്. ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഇത് മാത്രം ഉണ്ടാവുള്ളൂ. ഇത് റൊട്ടേറ്റ് ചെയ്യൂല. അപ്പൊ ഇത് ഓടുമ്പോ ഈ സ്ഥലം വെറുതെ ഇങ്ങനെ ക്ലീൻ ആവുന്നേ ഉള്ളൂ. അതാണ് മുമ്പത്തത്. ക്ലീനിങ് അത്ര ക്ലിയർ ആവാറില്ല എന്ന് എല്ലാവരും പറയാറ്. അതായത് വെള്ളം ഒഴിച്ചിട്ട് ക്ലീനിങ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവാറില്ല. പക്ഷെ ഇപ്പോഴത്തത് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. രണ്ട് സാധനം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് കണ്ടാ, അതിന് മാത്രം മോട്ടർ സ്പെഷ്യലായിട്ട് വേറെ വരുന്നുണ്ട്. മുമ്പത്തേന് മോട്ടർ ഇല്ല അല്ലെ? സ്പെഷ്യലായിട്ട് മോപ്പിങ്ങിനും മോട്ടർ വരുന്നില്ല. ഇപ്പൊ ഇതിന് മോപ്പിങ്ങിനും മോട്ടർ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് സംഭവം നല്ല അടിപൊളിയായിട്ട് നിലത്ത് കിടന്ന് വട്ടം കറങ്ങുന്നതുകൊണ്ട് നല്ല ക്ലീൻ ആയിട്ട് വരും അല്ലെ? പിന്നെ നമ്മളൊന്നും ചെയ്യണ്ട, ഇത് തന്നെ ഓട്ടോമാറ്റിക് വന്ന് എല്ലാ സംഭവം ഇതിൽ ചെയ്തോളും. ഇതിൽ നിന്ന് വെള്ളം എടുത്ത് ക്ലീൻ ചെയ്ത് ഈ വെള്ളം തീരുമ്പോൾ മാത്രം നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇത് മോശം വെള്ളം, ഇത് നല്ല വെള്ളം. ഈ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കാൻ മാത്രം ചെയ്താൽ മതി. ബാക്കിയെല്ലാം ഇത് ചെയ്യും. അപ്പൊ ഇതിന്റെ ബാക്കി നമ്മുടെ സാധനം ഇതാണ് കേട്ടോ. നമ്മൾ എടുത്തേക്കണത് യുറേക്ക ഫോപ്സിൻ്റെതാണ്. ഇതില് കുറച്ചും കൂടി എന്തോ മുടിയൊക്കെ അല്ലേ? നമ്മളെ മുടിയൊക്കെ അതില് ഇതിന്റെ ബ്രഷില് മുടിയും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇതിൽ കുടുങ്ങി കഴിഞ്ഞാല് മെഷീന് ചാർജിങ് ഡോക്കിലേക്ക് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് കട്ട് ചെയ്ത് മെഷീനുള്ളിലേക്ക് തന്നെ വലിച്ചെടുക്കും. അതെ, മുടിയൊക്കെ കുടുങ്ങി കഴിഞ്ഞാലും ഇത് കട്ട് ചെയ്ത് ബ്ലേഡ് മെഷീൻ വലിച്ചെടുക്കും എന്നാ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്യാമറ വരുന്നുണ്ട് അതല്ലേ? നമുക്ക് ക്യാമറ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇതാണ് ഇപ്പൊ ഏറ്റവും ഇതായിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ നിക്ഷാനി നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിഞ്ഞി ഇവര് വന്ന് വീട്ടിൽ ഇതിന്റെ ഒരാൾ വന്നിട്ട് സെറ്റ് ചെയ്ത് തരും. മാപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ നമ്മള് കൊണ്ടുപോകും. എന്നിട്ട് അവര് വന്നിട്ട് സെറ്റ് ചെയ്യും അല്ലേ? അപ്പൊ ഇതിന്റെ മോപ്പ് സെൽഫായിട്ട് മെഷീൻ തന്നെ ക്ലീൻ ചെയ്യും. മോപ്പ് ചെയ്ത് വന്നതിന് ശേഷം മൈക്ക് കുറച്ചടുത്ത് പിടിക്കോ? നമുക്ക് മോപ്പ് ചെയ്ത് വന്നതിന് ശേഷം മെഷീൻ തന്നെ ഇതിന്റെ മോപ്പ് കാര്യങ്ങള് ഹോട്ട് വാട്ടറിൽ ക്ലീൻ ചെയ്ത് അത് തന്നെ ഡ്രൈ ചെയ്തിട്ട് വെക്കും. നമ്മളൊന്നും ചെയ്യണ്ട, ക്ലീൻ ചെയ്യേണ്ട. ഇത് നമ്മൾ വെറുതെ വിട്ടാ മതി. ഇതിനെ നമ്മൾ വെള്ളം നിറച്ചു കൊടുക്കുക. ഈ ഡസ്റ്റ്ബിന്നിലേക്ക് പൊടി നിറയുന്ന സമയത്ത് നമ്മൾ ആ പൊടി ഒന്ന് എടുത്തിട്ട് പുറത്ത് കളയണം. എടുത്ത് കളഞ്ഞാൽ മാത്രം മതി. അത് മാത്രം നമ്മൾ ചെയ്യണ്ടു. അതും ഡെയിലി കളയേണ്ടി വരും. ഇല്ല, നമുക്കൊരു 10 തവണയൊക്കെ ഇതിൽ ഫുള്ള് നിറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ മെഷീൻ നിറയുന്ന ഒരു 10 തവണയൊക്കെ നിറഞ്ഞതിന് ശേഷം മാത്രമേ വെള്ളം തീരുമ്പോ അതേപോലെ തന്നെ 4 ലിറ്ററോളം വെള്ളം നമുക്ക് ഇതിൽ ചെയ്തു വെക്കാൻ പറ്റും. അപ്പൊ ഇതിന് മോപ്പിങ്ങിന് കുറവേ വെള്ളം വേണ്ടി വരുള്ളൂ. വെള്ളം കുറച്ച് കൂടുതൽ എടുക്കുക. ഈ മോപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മോപ്പ് കുറച്ച് വെള്ളം എടുക്കും. അപ്പൊ ആ വെള്ളം വേസ്റ്റ് വെള്ളം ഇതിലേക്ക് വരും. അത് ഓരോ മോപ്പിംഗ് കഴിയുമ്പോഴും നമുക്ക് അത് നിറയുമ്പോ ആ വെള്ളം നിറയുമ്പോ മാത്രം നമ്മൾ ഒരു 10 തവണയായി കിട്ടും. 10 തവണയെല്ലാം ക്ലീൻ ചെയ്യുമ്പോഴാണ്. നീ ഇപ്പൊ വീട്ടിൽ 1.5 2 ദിവസം കൂടുമ്പോഴല്ലേ ക്ലീൻ ചെയ്യുള്ളൂ.
അപ്പൊ ഒരു 10 തവണയൊക്കെ ചെയ്യുമ്പോ ഒരിക്കൽ ഇത് എടുത്ത് കളയുക, ഇത് വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുക അല്ലെ? അത്ര മാത്രം നമ്മൾ ചെയ്താൽ മതി, വേറെ ഒരു പരിപാടിയും ചെയ്യാൻ നിൽക്കണ്ട. ഇത് നമുക്ക് മാനുവലി ചെയ്യേണ്ടി വരുമോ? എന്തെങ്കിലും ബാക്കിലെ ക്ലീനിങ് വല്ലതും മാനുവലി ചെയ്യേണ്ടി വരുമോ? ഇല്ല, ഇതില് നമുക്ക് വേറെ ഒന്നും മാനുവലി ചെയ്യാനില്ല. എല്ലാം ചെയ്തോളും. അപ്പൊ മെഷീൻ തന്നെ എല്ലാം ചെയ്തോളും, ക്ലീനിങ്ങിന് നിൽക്കണ്ട. എന്താണ് അപ്പൊ ഹാപ്പി അല്ലേ? ഹാപ്പി താങ്ക് യു. അപ്പൊ നികിട ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇതൊരെണ്ണം വാങ്ങണമെന്ന്. പിന്നെ ഞാനും ഇത് വാങ്ങാന്ന് വിചാരിച്ച വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളിലൊക്കെ ആയിട്ട് തിരക്കാം. രാവിലെ സ്കൂളിൽ പോകുന്ന സമയം കഴിഞ്ഞാൽ പിന്നെ ഇവളെ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് തീരാണ്ട് ഇവളെ വേറൊരു പരിപാടിക്ക് വിടൂല. അപ്പൊ വീട്ടിലെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ആ സമയം കൂടി നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. പിന്നെ ഞങ്ങൾ ഈ പ്രൊമോഷന് പോകുമ്പോഴൊക്കെ ആയിട്ട് നമ്മളിത് ഓണാക്കി അവിടെ കറക്റ്റ് ഇത് ചെയ്തോളൂല്ലേ, നമ്മൾ വേണമെന്നൊന്നുമില്ലല്ലോ എല്ലാം. വൈഫൈ ഓണിലാണെങ്കിൽ ചാർജിംഗ് ഡോക്ക് ഓണിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ വർക്ക് ചെയ്യിക്കാൻ പറ്റും. നമ്മളിപ്പം വിദേശത്താണെങ്കിൽ പോലും നമുക്ക് വൈഫൈയും നെറ്റ്വർക്കും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനെ ക്യാമറ നമ്മൾ ഫസ്റ്റിൽ ഏത് മൊബൈലിലാണോ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ മൊബൈലില് നമുക്ക് ക്യാമറയിൽ കാണാം. ആ മൊബൈൽ വീട്ടിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ കൊണ്ടുപോകുന്ന മൊബൈലില് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മൊബൈലിലാക്കിയാല് സെക്യൂരിറ്റി റീസൺ കൂടി ഉള്ളതുകൊണ്ട് ഫസ്റ്റിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ മൊബൈലിൽ മാത്രമേ ആക്സസ് ഉണ്ടാവുള്ളൂ ക്യാമറേണ്ടത്. ബാക്കി ആക്സസ് എല്ലാം നമുക്ക് വേറെ ഫോണിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള സംഭവമാണ് നമ്മൾ എടുത്തേക്കണത്. ഏതായാലും എടുക്കുമ്പോൾ നല്ലത് തന്നെ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും ഇത് വീട്ടിൽ കൊണ്ടുവരുന്നതും ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് നമുക്ക് റിവ്യൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്, അതെ, ഒരു വ്ളോഗ് നമുക്ക് ഇത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്യുന്നതൊക്കെ എടുക്കാം. ഞാന് ഇതിന്റെ അന്വേഷിച്ച് നടന്നിട്ട് എവിടെയും എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇത് കിട്ടിയില്ല എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പൊ ഇത്തവണ നമ്മൾ കൃത്യമായി കാണിക്കും നിങ്ങൾക്ക്. എടുക്കാൻ പോകുന്നവരുടെ എല്ലാ സംശയവും നമ്മൾ മാറ്റും. അപ്പൊ ഈ 2 കമ്പനിയും നല്ലതാണ് കേട്ടോ, ഹെയറും നല്ലതാണ്, യൂറേക്ക ഫബ്സ് നല്ലതാണ്. പിന്നെ ഇതിനകത്ത് കുറച്ചും കൂടി മുടി കുടുങ്ങുമ്പോൾ കട്ട് ചെയ്യുന്ന ഫീച്ചർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത്, കാരണം മുടി വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ ക്യാമറ ഫീച്ചറും ഉണ്ട്, അതാണ് പിന്നെ ഇതിനകത്തേക്ക് വന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ 5000 രൂപ ഡിഫറൻസ് ആയിട്ടുള്ളൂ അല്ലേ? ഇത് രണ്ടും തമ്മിൽ 5000 രൂപ ഡിഫറൻസ് ഉള്ളൂ. ഇതിന് ക്യാമറയും മുടിക്കും വേണ്ടിട്ട് ഇത് കൂടുതൽ 5000. അപ്പൊ എന്തായാലും ഇതെടുത്ത് വീട്ടിലേക്ക് പോയാൽ നമുക്ക് എന്നാ പിന്നെ എന്നിട്ട് അവര് വന്ന് സെറ്റ് ചെയ്താലേ ബാക്കി കാര്യം നടക്കുള്ളൂ അല്ലേ? അപ്പൊ എന്തായാലും താങ്ക് യു. ലിക്വിഡ് അല്ലേ? അത് പറയാൻ വിട്ടുപോയി. ഇത് പിന്നെ ഇതില് നമുക്ക് വേണമെങ്കിൽ ലിക്വിഡ് ഉപയോഗിച്ചും വാഷ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ തറയൊക്കെ ലിക്വിഡ് ഉപയോഗിച്ച് വാഷ് ചെയ്യാം. പക്ഷെ എല്ലാ ലിക്വിഡും അല്ല, ഇവര് തരുന്ന ലിക്വിഡ് ഉണ്ട് അല്ലെ? ഇപ്പൊ അതിലുണ്ടാവും ലിക്വിഡ് അല്ലേ? ഇതിനകത്ത് ഒരു ബോട്ടിൽ ഉണ്ടാവും. അതുകൂടാതെ നമുക്ക് ലിക്വിഡ് ഓൺലൈൻ വഴി വാങ്ങി ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ആ ഒരു ഓപ്ഷനും കൂടി ഇതിലേ ഉള്ളു കേട്ടോ. പിന്നെ ഇതൊന്നും മോശമാണെന്നല്ല കേട്ടോ പറഞ്ഞത്, ഇതെല്ലാം ഇഷ്ടംപോലെ പോകുന്ന മോഡൽസ് ആണ്. പിന്നെ നമുക്ക് ഈ നിലം തുടച്ച് വൃത്തിയാക്കാൻ അത്ര ഇതുണ്ട് എന്നുള്ളതാണെങ്കിൽ അത് എടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ അത് മാത്രമല്ല ഈ നമ്മുടെ ഈ എന്താ പറയാ ഈ സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ അറിയാനൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് അതിന്റെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നോർമലി ഇതിനകത്തുള്ളതിനെ ഏതെങ്കിലും എടുത്താലും മതി. ഇതിൽ പിന്നെ ഡസ്റ്റ് ആണ് കൂടുതലും കണ്ടത്. ഇങ്ങനെ ചെറുതായിരിക്കും ഈ സംഭവം, ഡസ്റ്റ് കൂടുതൽ എടുക്കുക, ഓട്ടോ ക്ലീനിങ് അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാവില്ല, ചെയ്യണം. അപ്പൊ ഇത് അതൊക്കെയാണ് നമ്മളെ വ്യത്യാസം. അങ്ങനെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇത് കുഴപ്പമില്ല. പിന്നെ നമ്മളിത് മേടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പണി ഈസി ആവാനാണല്ലോ. പിന്നെ നമ്മൾ അതുമ്പോൾ കുറെ നേരം, എനിക്ക് ഉറപ്പാണ് എനിക്ക് ഇങ്ങനത്തെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ആ പരിപാടിക്ക് നിൽക്കാഞ്ഞത്. അതാവുമ്പോ ഇത് മെഷീൻ തന്നെ എല്ലാം ചെയ്തോളും. അപ്പൊ അങ്ങനത്തെ ഒരുപാട് മോഡൽസ് ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കാം. നിക്കി, അപ്പൊ നിനക്ക് പൊന്തിക്കാൻ കഴിയില്ല, എന്നാലും വെറുതെ വാങ്ങുന്ന പോലെ ഐശ്വര്യമായിട്ട് അല്ലെ പുതിയ അതിഥിയെ ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് വരവേൽക്കുകയാണ്. എല്ലാവരും വരണം. ഓക്കെ ഗൈസ്, താങ്ക് യു. നിക്കി ബില്ല് ചെയ്തോ. കൂട്ടി വെച്ച് വാങ്ങിയതാണ് ഗൈസ്. പക്ഷെ എത്തിയിട്ടില്ല. കൂട്ടി വെച്ച് വാങ്ങിയിട്ട് എത്തിയിട്ടില്ല. ബാലൻസ് വിളിപ്പ് അയക്കും, ബാക്കി ബാലൻസ് ഞാൻ അയക്കണം. അയച്ചോളൂ. അതെ, അങ്ങനെ നമ്മള് അതെല്ലാം കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ പോയി ചോറ് കഴിക്കണം. അത് അവര് പ്രൊഡക്റ്റ് അവര് ഇങ്ങോട്ട് എത്തിച്ചോളാന്ന് പറഞ്ഞു. നമ്മള് വണ്ടിയില് വെച്ചിട്ട് നമ്മള് കൊണ്ടുവരണ്ട, അവർക്ക് അങ്ങോട്ട് ഡെലിവറി ഉള്ളതുകൊണ്ടേ നിക്ഷാൻ തന്നെ അവര് വീട്ടിലോട്ട് എത്തിച്ചോളാന്ന് പറഞ്ഞു. പിന്നെ നമുക്കായിട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല, പ്രൊഡക്റ്റിന്റെ ആള് വരണം. അവര് വന്നിട്ട് കമ്പനീന്റെ ആള് വന്ന് അവര് നമുക്കൊരു ഡെമോ ഒക്കെ തന്ന് പിന്നെ നമ്മുടെ മൊബൈലില് അതിന്റെ മാപ്പെല്ലാം സെറ്റ് ചെയ്ത് ഇട്ടൊക്കെ വേണം
അത് വർക്ക് ചെയ്യിക്കാൻ. അപ്പൊ എന്തായാലും അവര് വരുമ്പോ വീട്ടിലത് സെറ്റ് ചെയ്യുന്നതും അതിന്റെ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യണമെന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം അല്ലെ. അപ്പൊ അടുത്തൊരു വ്ലോഗായിട്ട് 2 ദിവസം കഴിയുന്ന പറഞ്ഞേ. ആ ടെക്നീഷ്യൻ അതിന്റെ ആള് കോഴിക്കോടായിട്ട് അവലും ഉള്ളത് അവർക്ക്. അപ്പൊ നാളത്തെ കഴിഞ്ഞിട്ട് മറ്റന്നാളായിട്ടവരും വരിക. അപ്പൊ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോയിൽ കാണിക്കാട്ടോ എങ്ങനെയുണ്ട് എന്താണെന്നൊക്കെ വഴി ഞങ്ങള് കാണാം. അപ്പൊ പിന്നെ വേറെ എന്താ, ഇനിയിപ്പോ നമ്മള് വീട്ടിലേക്ക് പോയിട്ട് ചോറ് കഴിക്കാൻ വിചാരിച്ചു. ഉച്ചക്ക് ഭക്ഷണം നല്ല വിശപ്പായി എല്ലാവരും. അപ്പൊ വീട്ടിൽ പോയി ചോറ് കഴിച്ച് വേറെ 1-2 കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ വീഡിയോ നമുക്ക് ഇതിലങ്ങോട്ട് നിർത്താം. എന്നിട്ട് അടുത്ത വീഡിയോ വേറെ പിടിക്കാം. അപ്പൊ ടാറ്റ.